നമുക്ക് ഈ ലെക്ചറിൽ പ്രിഫിക്സ് സം എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് പഠിക്കാം. ഇവിടെ ഒരു അറേ ഉണ്ട് 1 5 8 2 6 7. ഞാൻ നിങ്ങളോട് പറയാണ് ഫൈൻഡ് സം ഓഫ് എലമെന്റ്സ് ഫ്രം ഇൻഡെക്സ് I to J. ഒരു 3 പെയർ ഓഫ് I and J ഉണ്ടെന്ന് വിചാരിച്ചോ. 0 to 4, 2 to 4, 3 to 5. നിങ്ങൾ എങ്ങനെയായിരിക്കും ഈ ഓരോ പേരിൻ്റെയും സം ഓഫ് എലമെന്റ്സ് കണ്ടുപിടിക്കുക? 0 to 4 ആണെങ്കിൽ 0 തൊട്ട് 4 വരെയുള്ള ഇൻഡെക്സിലുള്ള എലമെന്റ്സ് നിങ്ങൾ ആഡ് ചെയ്യും. 1 + 5 + 8 + 2 + 6 = 22. ഇതിനടുത്ത ടൈം കോംപ്ലക്സിറ്റി എത്ര? ഓർഡർ ഓഫ് n. 2 to 4, 2 തൊട്ട് 4 വരെയുള്ള ഇൻഡെക്സിലുള്ള എലമെന്റ്സ് നിങ്ങൾ ആഡ് ചെയ്യും. അത് ഏതൊക്കെയായിരുന്നു? 8 + 2 + 6 = 16. അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എത്രയായിരുന്നു? ഓർഡർ ഓഫ് n. 3 തൊട്ട് 5 വരെ 2 + 6 + 7 12. ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n. ഇവിടെ ഞാൻ നിങ്ങളോട് 3 പെയേഴ്സ് ഓഫ് I and Jയുടെ സമ്മ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അന്നേരം ഓരോന്നിനും ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n എടുക്കുന്നുണ്ട്. 3 പെയർ ഓഫ് I and J ആയതുകൊണ്ട് ഓർഡർ ഓഫ് 3n ആണ് ഇത്രയും സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എടുത്ത ടൈം കോംപ്ലക്സിറ്റിന്ന് ഞാൻ പറഞ്ഞാൽ ശരിയല്ലേ? സപ്പോസ് ഇതുപോലെ ഒരു k പേയേഴ്സ് ഉണ്ട്, അല്ലെ k ക്യൂറീസ് ഉണ്ടെന്ന് വിചാരിച്ചോ. അന്നേരം എടുക്കുന്ന ടൈം കോംപ്ലക്സിറ്റി എത്രയായിരിക്കും? ഓർഡർ ഓഫ് kn ആയിരിക്കും. സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് 1 അല്ലേ? ഈ ടൈം കോംപ്ലക്സിറ്റിയെ എങ്ങനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ARR എന്ന് പറഞ്ഞ ഒരു അറേ ഉണ്ട്. 1 5 8 2 6 7 ആണ് അതിലെ എലമെന്റ്സ്. എത്ര എലമെന്റ്സ് ഉണ്ട് ഇവിടെ? 6 എലമെന്റ്സ്. നമ്മൾ പ്രിഫിക്സ് സം എന്ന് പറഞ്ഞ് വേറൊരു അറേ ഡിഫൈൻ ചെയ്യാണ്. അതിനെങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? പ്രിഫിക്സ് സം ഓഫ് I = സം ഓഫ് എലമെന്റ്സ് ഫ്രം 0 to I in ARR. അതായത് പ്രിഫിക്സ് സമ്മിലെ ഒരു ഇൻഡെക്സ് ഐയിലുള്ള എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് എലമെന്റ്സ് ഫ്രം 0 to ദാറ്റ് ഇൻഡെക്സ് I in ARR. ഇപ്പോൾ പ്രിഫിക്സ് സം ഓഫ് 0 എന്ന് പറഞ്ഞാൽ 1. സം ഓഫ് എലമെന്റ്സ് ഫ്രം 0 to 0. ഇനി 1ലുള്ള എലമെന്റ് ഏതാ? സം ഓഫ് എലമെന്റ്സ് ഫ്രം 0 to 1 in ARR. 1 + 5 6. ഇനി 2ലുള്ള എലമെന്റ് 0 തൊട്ട് 2 വരെയുള്ള എലമെന്റ്സിന്റെ സമ്മ് ARRൽ അതെത്രയാ? 14. ഇനി 3യുടെയോ? 14 + 2 16. ഇനി 4ലുള്ളതോ? 16 + 6 22. ഇനി 5ലുള്ളതോ? 22 + 7 29. ഈ അറേ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ എത്ര ടൈം എടുത്ത്? ഓർഡർ ഓഫ് n ടൈം കോംപ്ലക്സിറ്റി അല്ലേ എടുത്തത്? സ്പേസ് ഓർഡർ ഓഫ് n-ഉം. ഇനി ഇതുപയോഗിച്ച് എങ്ങനെ നമുക്ക് ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് kn-ന്ന് ഓർഡർ ഓഫ് kയിലോട്ട് കൊണ്ടുവരാമെന്ന് നോക്കാം. പണ്ടത്തെ ആ സെയിം ക്വയറീസ് ഞാൻ താഴെ എഴുതിയിട്ടുണ്ട്. ഫൈൻഡ് സം ഓഫ് എലമെന്റ്സ് ഫ്രം ഇൻഡെക്സ് 0 to 4, 2 to 4, 3 to 5. ഈ പ്രിഫിക്സ് സം അറേ ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെ സം ഓഫ് എലമെന്റ്സ് ഫ്രം 1 ഇൻഡെക്സ് ടു അനദർ ഇൻഡെക്സ് കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. പണ്ട് 0 തൊട്ട് 4 വരെയുള്ള എലമെന്റ്സിന്റെ സമ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 1 + 5 + 8 + 2 + 6 = 22 ഇങ്ങനെയായിരുന്നു കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഇവിടെ പ്രിഫിക്സ് സം അറേ ഉണ്ട്. ഈ പ്രിഫിക്സ് സം അറേ യൂസ് ചെയ്ത് ഈ 0 തൊട്ട് 4 വരെയുള്ള സമ്മ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. പ്രിഫിക്സ് സമ്മിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് ഓർമ്മയില്ലേ?
പ്രിഫിക്സ് സം ഓഫ് ഐ എന്ന് പറഞ്ഞാൽ സം ഓഫ് എലമെന്റ്സ് ഫ്രം 0 to I ഇൻ ARR. അന്നേരം ഇവിടെ 0 തൊട്ട് 4 വരെയുള്ള എലമെന്റ്സിന്റെ സമ്മാ ചോദിച്ചിരിക്കുന്നത്. പ്രിഫിക്സ് സം ഓഫ് 4 എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സം കിട്ടില്ലേ? അതെന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് 1 ഓപ്പറേഷൻ ആണ്. ഇവിടെ ഇനി 2 തൊട്ട് 4 വരെയുള്ള എലമെന്റ്സിന്റെ സമ്മ കണ്ടുപിടിക്കണ്ടേ. അത് പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് 2 തൊട്ട് 4 വരെയുള്ള എല്ലാ എലമെന്റ്സും എടുക്കും, എന്നിട്ട് അതിനെ ആഡ് ചെയ്യും. 8 + 2 + 6 = 16. ഇപ്പോൾ നമുക്ക് പ്രിഫിക്സ് സം അറേ ഉണ്ട്. ഇത് ഉപയോഗിച്ച് അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? പ്രിഫിക്സ് സം ഓഫ് 4 മൈനസ് പ്രിഫിക്സ് സം ഓഫ് 1. അന്നേരം നമുക്ക് സം ഓഫ് എലമെന്റ്സ് ഫ്രം 2 to 4 കിട്ടും. ഇതും ഒരു ഓർഡർ ഓഫ് 1 ഓപ്പറേഷൻ ആണ്. 3 to 5 പ്രിഫിക്സ് സം ഓഫ് 5 മൈനസ് പ്രിഫിക്സ് സം ഓഫ് 2. അതും ഒരു ഓർഡർ ഓഫ് 1 ഓപ്പറേഷൻ ആണ്. സം ഓഫ് എലമെന്റ്സ് ഫ്രം ഇൻഡെക്സ് I to J എന്ന് പറഞ്ഞാൽ പ്രിഫിക്സ് സം ഓഫ് J മൈനസ് പ്രിഫിക്സ് സം ഓഫ് I മൈനസ് 1 ഇഫ് I ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഈക്വൽ ടു പ്രിഫിക്സ് സം ഓഫ് J ഇഫ് I ഈക്വൽ ടു 0. I 0 ആണ് പ്രിഫിക്സ് സം ഓഫ് J ആണ്. അല്ലെങ്കിൽ പ്രിഫിക്സ് സം ഓഫ് J മൈനസ് പ്രിഫിക്സ് സം ഓഫ് I മൈനസ് 1 ആണ്. സം ഓഫ് എലമെന്റ്സ് ഫ്രം I to J എന്ന് പറഞ്ഞാൽ. ഇനി സപ്പോസ് K ക്വയറീസ് ഉണ്ടെങ്കിൽ എത്രയായിരിക്കും ടൈം കോംപ്ലക്സിറ്റി? ഓർഡർ ഓഫ് K അല്ലേ? സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് N. കാരണം ഇവിടെ നമ്മൾ ഒരു പ്രിഫിക്സ് സം അറേ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രിഫിക്സ് സം അറേ കോഡിലൂടെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ARR ഈക്വൽ ടു 1 5 8 2 6 7. പ്രിഫിക്സ് സം ഈക്വൽ ടു 0 ഇൻറ്റു LN ഓഫ് ARR. ഇവിടെ എന്താ സംഭവിച്ചേ? ARRന്റെ ലെങ്ത് ഉള്ള പുതിയ ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ആ ലിസ്റ്റിലെ എലമെന്റ്സ് എല്ലാം 0 ആണ്. പ്രിഫിക്സ് സം ഓഫ് 0 ഈക്വൽ ടു ARR ഓഫ് 0. For I in range of 1 to LN of ARR, prefix sum of I equal to prefix sum of I minus 1 plus ARR of I. അങ്ങനെ നമ്മൾ പ്രിഫിക്സ് സം അറേ ക്രിയേറ്റ് ചെയ്തെടുത്തു. ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി എത്രയാണ്? ഓർഡർ ഓഫ് N ആണ്. സ്പേസ് കോംപ്ലക്സിറ്റിയും ഓർഡർ ഓഫ് N ആണ്.